കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴമ ഓർമ്മിക്കണ ചെയ്തേക്കണം. മറ്റേ പഴയ കൊട്ടാരം സ്റ്റൈലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് സ്മാർട്ട് സിറ്റി CSML ബാസിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എറണാകുളം മാർക്കറ്റാണ്. എറണാകുളം മാർക്കറ്റ് വീഡിയോ എടുക്കാൻ കാരണം എറണാകുളം മാർക്കറ്റിൽ നമ്മുടെ കച്ചവടക്കാർക്കായി പുതിയൊരു ബിൽഡിംഗ് ഇവിടെ പണിത് ഈ മാസം 13-ാം തീയതിൻ്റെ ഉദ്ഘാടനമാണ്. ഈ കാണുന്നതാണ് അപ്പോൾ പുതിയ ബിൽഡിംഗ് കേട്ടോ. ഈ ഡിസംബർ 13-ാം തീയതിൻ്റെ ഉദ്ഘാടനമാണ്. പണിയെല്ലാം പൂർത്തിയായി. ഇപ്പോൾ എല്ലാം മിനുക്കുവൻ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഈ കാണുന്ന വഴിയോര കച്ചവടക്കാരൊക്കെ നേരത്തെ ഈ സ്ഥലത്താർന്നവർ മൊത്തം കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഈ വഴിയോര കച്ചവടക്കാർക്ക് ഇനി ഈ മാസം 13-ാം തീയതി തൊട്ട് 14-ാം തീയതി തൊട്ട് ഇതിൻ്റെ അകത്തായിരിക്കും കച്ചവടം കാര്യങ്ങളൊക്കെ നടത്താനുള്ള പെർമിഷൻ. ഇത് ഓരോ ഫ്ലോറുണ്ട്. അപ്പോൾ 4 ഫ്ലോറുണ്ട്. അടിയിലത്തെ ഫ്ലോറിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ, സെക്കൻഡ് ഫ്ലോറിൽ മത്സ്യം അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ, 3-ാമത്തെ ഫ്ലോറിൽ സ്റ്റേഷനറി അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ചെറിയൊരു അതെ ഇതിൽ പേര് ഇട്ടേക്കണം അങ്ങനെ. അതുപോലെ തന്നെ എറണാകുളം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് സ്മാർട്ട് സിറ്റി CSML കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇതാണ് പുതിയ ബിൽഡിങ്. ഈ മാസം 13-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. ഇപ്പോൾ ഈ 14-ാം തീയതിയാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരോട് വെച്ചപ്പോൾ പറഞ്ഞത് ഉദ്ഘാടനം. ഈ കാണുന്ന വഴിയോര കച്ചവടക്കാർ മൊത്തം അങ്ങോട്ട് മാറുന്നു പറഞ്ഞത്. ഇവിടെ ഒരു ഇക്കയുണ്ട്. ഇക്കയുടെ പേരെന്താ? 14-ാം തീയതി ഉദ്ഘാടനം. ആയിട്ടില്ലല്ലേ? പഴയ കച്ചവടക്കാരാണ് അതിൻ്റെ അകത്തോട്ട്. ഓക്കെ. ആ ഓ, ഒരുപാട് കച്ചവടക്കാരുണ്ടല്ലേ? 236 കച്ചവടക്കാരുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ ആ പിന്നെ റോഡ് തന്നെ എല്ലാവരും കൊണ്ട് ID കൊണ്ടിട്ടുണ്ടായി. കൗൺസിലറും മഞ്ഞ് വന്നിട്ടുണ്ടായി. പിന്നെ ഇന്നലെ മേയറും വന്നിട്ടുണ്ടായി. നിങ്ങൾക്ക് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അവർ പറയണത് അല്ലാണ്ട് എവിടെയാണ് ഇന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിൽ എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ഫ്രീ ആയിട്ട് മത്സ്യബന്ധനം ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ഓക്കെ. മത്സ്യം പോകും മുകളിലേക്ക് കൂടും. അവർക്കാണ് മുൻഗണന അല്ലേ? ഓക്കെ. അതെ കാര്യം. അപ്പം ഈ പറയണ പോലെ തന്നെ പഴയ കച്ചവടക്കാർക്കാണ് ഇപ്പം കട കൊടുത്തേക്കണത്. പക്ഷെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവർക്കെല്ലാം ഇപ്പം കൊടുക്കാനുള്ള സൗകര്യം ഇല്ല. 236 കച്ചവടക്കാരുണ്ടെന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ ഇവിടെ വേണ്ട. അപ്പം ഫുള്ള് പച്ചക്കറി കച്ചവടക്കാരാണ് ഇവിടെ കച്ചവടക്കാർ. ഇതിൽ തന്നെ പഴയ കച്ചവടക്കാരും ഉണ്ട്. അവർക്കാണ് ഇനി ഫസ്റ്റ് ഫ്ലോറോട്ട് കൊടുക്കുന്നത്. അപ്പം ഇവർ അയക്കാൻ പറഞ്ഞത് ഇവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പറഞ്ഞ പോലെ തന്നെ അടിയിലത്തെ ഫ്ലോർ പച്ചക്കറിക്ക്, മുകളിലത്തെ ഫ്ലോർ പകുതി പച്ചക്കറിക്ക് പകുതി മത്സ്യം വിൽക്കുന്ന ആൾക്കാർക്ക്. അതിൻ്റെ മുകളിലത്തെ 2 ഫ്ലോറ് ഇപ്പോൾ ഓപ്പണിംഗ് അല്ലെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതാണ്ട് എൻ്റെ വ്യൂ. അകത്ത് കയറാൻ വേണ്ടി പെർമിഷൻ എടുക്കണം. നമ്മളെന്തായാലും 14-ാം തീയതി വന്ന് അകത്ത വ്യൂ എടുക്കാട്ടോ. ഇപ്പോൾ ഇതിന് അകത്തോട്ട് കയറാൻ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ അധികാരമുള്ളൂ ചോദിച്ചപ്പോൾ. അപ്പോൾ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതൊക്കെ ഒരു ഷട്ടറാണ്ട് കാണുന്നേക്കാം. എറണാകുളം മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റ്. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല. പതിനാലാം തീയതിക്ക് ശേഷം ഈ കാണുന്ന ഷട്ടർ മൊത്തം കച്ചവടക്കാരായിരിക്കും.
ഇവിടെ അവസാന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴമ ഓർമ്മിക്കണ ചെയ്തേക്കണം. മറ്റേ പഴയ കൊട്ടാരം സ്റ്റൈലൊക്കെയാണ് ചെയ്തേക്കണത്. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൻ്റെ ചിത്രത്തിലോട്ട് പുതിയൊരു ബിൽഡിംഗ് കൂടി ആഡ് ആയിട്ടുണ്ട്. കാണുന്ന ബിൽഡിങ്ങാണിത്. ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശം. ഇവിടെ തന്നെ ബേസ്മെൻറ്റ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും അധികം ബുദ്ധിമുട്ട് വരില്ല ആൾക്കാർക്ക്. അതാണ് പുറകുവശം കേട്ടോ. ഇതാണ് ബിൽഡിങ്ങിന് പുറകിൽ നിന്നുള്ള വ്യൂ. നല്ല ഏരിയ ഉണ്ട്, പാർക്കിങ്ങിനായാലും എല്ലാത്തിനും നല്ല ഏരിയ ഉണ്ട്. കാണുന്ന ബിൽഡിങ്ങിലുള്ളവരുണ്ടാവും മറ്റേ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റുന്നത്. ഇതവിടെ ആ ബിൽഡിംഗ് ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന കച്ചവടക്കാരാണ് ഇവർ. ആ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഇങ്ങോട്ട് മാറിയിട്ട് ഇനിയിപ്പോൾ 14-ാം തീയതിക്ക് ശേഷം ഇവിടെയുള്ള കച്ചവടക്കാർ മൊത്തം ആ ബിൽഡിങ്ങിലോട്ട് മാറും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പച്ചക്കറി കണ്ടോ. ഇതുപോലെ തന്നെയാണ് ആ മറ്റേ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭിത്തികൾ കെട്ടിയാണ് മറ്റേ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും ക്രമീകരിച്ചേക്കണത്. ഇതാണ് പഴയ കച്ചവടക്കാർ. ഇവരൊക്കെയാണ് ആദ്യം മുൻഗണന. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിൽഡിങ്ങിലുള്ളവരെ അങ്ങോട്ട് മാറണം. പറഞ്ഞ പോലെ തന്നെ ആ പുതിയ ബിൽഡിങ്ങിൽ നിന്ന് ഇപ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇവർ മാറിയിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളം ആയിട്ടാണ്. ഈ 14-ാം തീയതി ഇവർക്ക് പഴയ കച്ചവടക്കാർക്ക് ആ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറാം. ഇതാണ് എറണാകുളം മാർക്കറ്റിൻ്റെ ചെറിയൊരു വീഡിയോ.